രാവിലെ 6:30 വെളുപ്പിനെ പോകണം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എന്താ പറയുക, എണീറ്റപ്പോൾ ഇത്തിരി വൈകിപ്പോയി. കാരണം നമ്മൾ രാത്രി ക്ലിഫ് അവിടെ ഇവിടെയൊക്കെ പോയി പിന്നെ കറങ്ങി തിരിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര ഉറക്കം ശരിയായിട്ടുണ്ടായില്ല, വൈകിപ്പോയി. ഇപ്പോൾ രാവിലെ നമ്മൾ ക്ലിഫ് കാണാൻ പോവാണ്. കാരണം രാത്രി ഞാൻ പറഞ്ഞല്ലോ, രാത്രി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ ഇന്നും കൂടി പോകും. ക്ലിഫ് കണ്ടിട്ട് 7 മണിക്ക് നമുക്കൊരു പാക്കേജ് ഉണ്ട്. 7 മണിക്കുള്ള പാക്കേജ് കയറണം. അപ്പോൾ ഈ ഉറക്കം വന്നിട്ട് വരിക, കണ്ണൊക്കെ അങ്ങോട്ട് ഊർത്തിക്കുന്നു. അപ്പം നമ്മൾ ക്ലിഫിൽ പോവുകയാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എന്താ പറയുക ക്ലിഫിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഈ ഒരു ക്ലിപ്പിലൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അവിടെയുള്ള സൗണ്ടും കാര്യങ്ങളും കാരണം ഒന്നും തന്നെ ക്ലിയർ ആയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക വർക്കല കാണാൻ വരുന്നവരാണെങ്കിൽ റിസോർട്ട് പ്രീ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്റർ. അതാണ് ഞാൻ തുടക്കം തൊട്ട് പറഞ്ഞത്. നമ്മൾ പ്രീ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താ പറയുക നേരിട്ട് വർക്കലയിൽ ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റേറ്റും കാര്യത്തിനൊക്കെ വേരിയേഷനും കാര്യങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നോക്കിയും കണ്ടും ഇതാക്കാൻ പറ്റും. കാരണം കുറേ ഓഫേഴ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ളായത് ആ ഒരു ഏരിയ ഫുള്ള് റിസോർട്ട് കൊണ്ട് നിറഞ്ഞേക്കാണ്. ചുറ്റിലും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ റിസോർട്ടാണ്, ചുറ്റിലും ഫുള്ള് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ബ്ലാക്ക് ബീച്ചിൻ്റെ തന്നെയാണ് ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്ലാക്ക് ബീച്ചിൻ്റെ റിസോർട്ടാണ് അവിടെയുള്ള എല്ലാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബീച്ചിൻ്റെ രചന റിസോർട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ബീച്ചിൻ്റെയാണ് എല്ലാ റിസോർട്ട്സും. ഇഷ്ടം പോലെ റിസോർട്ടുണ്ട്. നമ്മുടെ ക്ലിഫിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് പ്രൈവറ്റ് പൂളും അങ്ങനെ അടിപൊളി കുറേ ഉണ്ട് കേട്ടോ. ക്ലിഫിൻ്റെ ഉള്ളിൽ തന്നെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിലേ നമുക്ക് രാത്രി ആയാലും സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ അതേപോലെ ടെൻറ്റ് ഹൗസസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ബീച്ചിൻ്റെ തൊട്ടടുത്ത് കുറേ ടെൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി അവിടെ ഡയറക്റ്റ് നിങ്ങൾ വന്ന് ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കി ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വരിക. അപ്പോൾ നമ്മൾ രാത്രിയിലത്തെ ശരിക്കുള്ള സൺസെറ്റായിരുന്നു അടിപൊളി. പക്ഷേ രാവിലെ ഓക്കെയാണ്, നൈസാണ്. അപ്പം നമ്മൾ എന്താ പറയുക രാവിലെ തന്നെ ക്ലിഫിൻ്റെ അങ്ങോട്ടേക്ക് വന്നായിരുന്നു. ഇന്നലെ രാത്രി ഇവിടെയാണ് വന്നത്. പക്ഷെ രാത്രി വരുമ്പോൾ ആ ലൈറ്റിൻ്റെ സെറ്റപ്പും എല്ലാം കൊണ്ടും അടിപൊളിയായിരിക്കും. സൺസെറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ വന്നത് ഇത്തിരി എന്താ പറയുക രാവിലെ ആയിപ്പോയി. രാത്രി എൻ്റെ ഫോൺ ശ്രദ്ധിക്കുമ്പോൾ ഞാനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. നമ്മൾ രാത്രി വരുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഗോവയിലുള്ള ഒരു ഫീൽ കിട്ടുള്ളൂ. എനിക്ക് ആ ഫീൽ കിട്ടി ശരിക്കും പറഞ്ഞാൽ. പിന്നെ മുകളിലോട്ട് കയറണമെങ്കിൽ ഇഷ്ടം പോലെ കടകൾ. പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ ഉള്ളത് ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസാണ്. മീൻസ് നമുക്ക് യൂസ് ചെയ്യുകയൊന്നുമില്ല, യൂസൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും കൂടുതൽ ഫോറിനേഴ്സാണ് ഇവിടെ വന്നും പോയും ഒക്കെ ഇരിക്കുന്നത്. കാരണം ഇതൊരു ഗോവയെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ ഷോപ്പിലൊക്കെ കൂടുതൽ ഫോറിനേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ റേറ്റ് അത്യാവശ്യം ഹൈപ്പുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലിഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതൊക്കെ നോക്കി അപ്പം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.